അമേരിക്കയിൽ താമസിക്കുന്ന വിദേശികൾക്ക് പുതിയ നിയമങ്ങൾ വരുന്നുണ്ട്. H1B വിസയുള്ള ഇന്ത്യക്കാരും ഇതിൽ ഉൾപ്പെടും. ഇനി മുതൽ ഇവർ ചില രേഖകൾ എപ്പോഴും കയ്യിൽ കരുതണം. അവരുടെ കുട്ടികൾക്ക് 14 വയസ്സ് തികയുമ്പോൾ ഫിംഗർ പ്രിന്റ് നൽകി വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. പുതിയ US നിയമം ഇങ്ങനെയാണ് പറയുന്നത്. പുതിയ US ഇമിഗ്രേഷൻ നിയമം അനുസരിച്ച് അമേരിക്കയിൽ താമസിക്കുന്ന എല്ലാ കുടിയേറ്റക്കാരും അവരുടെ നിയമപരമായ സ്ഥിരീകരണം ആവശ്യപ്പെടുമ്പോൾ രേഖകൾ ഹാജരാക്കണം. 18 വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ പൗരന്മാരും എപ്പോഴും രേഖകൾ കൈവശം വയ്ക്കണം. ഈ ഭരണകൂടം നിയമം നടപ്പിലാക്കാൻ DHSന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിയമം പാലിക്കാത്തവർക്ക് ഇവിടെ ഒളിത്താവളമില്ല എന്നാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി DHS പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അമേരിക്കയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നവരും പുതുതായി വരുന്നവരും ഫെഡറൽ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യണം. അല്ലാത്തപക്ഷം പിഴയോ തടവോ അനുഭവിക്കേണ്ടി വരും. ഈ നിയമം ട്രംപ് ഭരണകൂടം കൊണ്ടുവന്നതാണ്. ഇത് നടപ്പാക്കാൻ കോടതി അനുമതിയും നൽകി. ഇതിന് പിന്നാലെയാണ് പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത്. ഈ നിയമം ഇന്ത്യക്കാരെ എങ്ങനെ ബാധിക്കും എന്ന് നോക്കാം. ഏപ്രിൽ 11 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. ഇത് അമേരിക്കയിലെ ഇന്ത്യക്കാരെയും ബാധിക്കും. H1B വിസയിൽ ജോലി ചെയ്യുന്നവർക്കും ഇത് ബാധകമാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് ചില ആളുകൾക്ക് ഈ നിയമം ബാധകമല്ല. അതായത് പഠനം, ജോലി, യാത്ര എന്നിവയ്ക്കായി അമേരിക്കയിൽ എത്തിയവർ, ഗ്രീൻ കാർഡ് ഉള്ളവർ, I-94 രേഖകൾ ഉള്ളവർ എന്നിവർ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. പുതിയ US വിസ നിയമത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകൾ ആണെങ്കിൽ പോലും അവർ അവരുടെ രേഖകൾ എപ്പോഴും കയ്യിൽ കരുതണം. H1B വിസയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർ, പൗരന്മാർ, വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം രേഖകൾ കയ്യിൽ കരുതണം. ഇവരുടെ കുട്ടികൾക്ക് 14 വയസ്സ് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ ഫിംഗർ പ്രിന്റ് നൽകി വീണ്ടും രജിസ്റ്റർ ചെയ്യണം. റോയിറ്റേഴ്സ് റിപ്പോർട്ട് അനുസരിച്ച് വാഷിംഗ്ടണിലെ ഡിസ്ട്രിക്ട് ജഡ്ജി ട്രവൽ മക്ഫാഡൻ ഈ നിയമത്തെ ചോദ്യം ചെയ്തവരുടെ വാദം തള്ളിയിട്ടുണ്ട്. കോalition ഫോർ ഹ്യൂമൻ ഇമിഗ്രേഷൻ റൈറ്റ്സ്, യുണൈറ്റഡ് ഫാം വർക്കേഴ്സ് ഓഫ് അമേരിക്ക തുടങ്ങിയ സംഘടനകളാണ് ഈ നിയമത്തിനെതിരെ രംഗത്ത് വന്നത്. മതിയായ രേഖകളില്ലാത്തതുകൊണ്ട് ഇവരുടെ വാദങ്ങൾ നിലനിൽക്കില്ലെന്ന് കോടതി പറയുകയായിരുന്നു. അമേരിക്കയിൽ താമസിക്കുന്ന എല്ലാ കുടിയേറ്റക്കാരും രജിസ്റ്റർ ചെയ്യണമെന്ന ഫെഡറൽ നിയമം അനുശാസിക്കുന്നുണ്ട്. നിയമവിരുദ്ധമായി രാജ്യത്ത് എത്തിയവരും രജിസ്റ്റർ ചെയ്യണം. എന്നാൽ ഈ നിയമം ഇതുവരെ കർശനമായി നടപ്പാക്കിയിരുന്നില്ല. ഇനി മുതൽ ഇത് നിർബന്ധമാണ്. എല്ലാവരും രേഖകൾ കയ്യിൽ വെക്കുകയും നിയമം അനുസരിക്കുകയും വേണം. ഇതൊരു തമാശക്കഥ പോലെ തോന്നാമെങ്കിലും കാര്യങ്ങൾ ഗൗരവമുള്ളതാണ്. രേഖകൾ മറന്നുപോയാൽ അബദ്ധം പറ്റും. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. ഈ പുതിയ നിയമം ട്രംപിന്റെ ഭരണകാലത്ത് നടപ്പാക്കിയ കുടിയേറ്റ നിയമങ്ങളെ വീണ്ടും ചർച്ചയാക്കുകയാണ്. കുടിയേറ്റം തടയുന്നതിനും അതിർത്തി സുരക്ഷ ശക്തമാക്കുന്നതിനും പല നടപടികളും അന്ന് സ്വീകരിച്ചിരുന്നു. ഇത് പലതരത്തിലുള്ള ആശങ്കകൾക്കും വഴിവെച്ചു. അമേരിക്കയിൽ ധാരാളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളായി പഠിക്കുന്നവരുമുണ്ട്. അവർക്കെല്ലാം ഈ നിയമം ഒരു പുതിയ വെല്ലുവിളിയാണ്. കാരണം കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതും വിവേചനം നിറഞ്ഞതുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം US നിയമവിരുദ്ധ കുടിയേറ്റത്തിനെതിരായ നടപടികൾക്കിടെ ട്രംപ് ഭരണകൂടം 6000-ലധികം ജീവിച്ചിരിക്കുന്ന കുടിയേറ്റക്കാരെ മരിച്ചവരായി തരംതിരിക്കാൻ തീരുമാനിച്ചെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഇത് അവരുടെ സാമൂഹിക സുരക്ഷാ നമ്പറുകൾ റദ്ദാക്കുന്നതിലേക്കും തുടർന്ന് അവർക്ക് ജോലി ചെയ്യാനോ ആനുകൂല്യങ്ങൾ നേടാനോ കഴിയാത്ത അവസ്ഥയിലേക്കും നയിക്കും. ജോ ബൈഡന്റെ പ്രസിഡന്റായിരിക്കുമ്പോൾ US വന്ന കുടിയേറ്റക്കാരെയാണ് ഏറ്റവും പുതിയ നീക്കം പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നീക്കം കുടിയേറ്റക്കാരെ സ്വയം നാടുവിടാൻ പ്രേരിപ്പിക്കും. US സർക്കാർ പൗരന്മാർക്കും സ്ഥിരതാമസക്കാർക്കും താൽക്കാലികമായി താമസിക്കുന്നവർക്കുമൊക്കെ 9 അക്കമുള്ള ഒരു നമ്പർ നൽകുന്നു. ഇതാണ് SSN, അതായത് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ. ഇത് റദ്ദാക്കുന്നതോടെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. SSN ഇല്ലാത്തതിനാൽ കുടിയേറ്റക്കാർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. വരുമാനം കണ്ടെത്താനും സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്ക് പണം അയക്കാനും കഴിയില്ല. ബാങ്കുകൾ ഉപയോഗിക്കാനോ മറ്റ് അടിസ്ഥാന സേവനങ്ങൾ നേടാനോ സാധിക്കാതെ വരും.